രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രത്തിന് കേരളത്തിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതിക്ക് മികച്ച അഭിപ്രായങ്ങളാണ് കൂടുതലും വരുന്നത്. രജനീകാന്തിന്റെ വിന്റേജ് സ്റ്റൈൽ, ആക്ഷൻ രംഗങ്ങൾ, നാഗാർജുനയുടെ വില്ലൻ വേഷം, സൗബിൻ ഷാഹിറിന്റെ പ്രകടനം എന്നിവയെല്ലാം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. കൂലിയെക്കുറിച്ചുള്ള ചില പ്രധാന പ്രതികരണങ്ങൾ ഇതാ. രജനീകാന്ത്. സിനിമയുടെ പ്രധാന ആകർഷണം രജനീകാന്തിന്റെ പ്രകടനമാണ്. അദ്ദേഹത്തിന്റെ പഴയകാല മാസ് സ്റ്റൈലും ഡയലോഗ് ഡെലിവറിയും ആക്ഷൻ രംഗങ്ങളും ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. കൂലി രജനീകാന്തിന്റെ മികച്ച സിനിമകളിലൊന്നാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ലോകേഷ് കനകരാജ്. ലോകേഷിന്റെ സംവിധാന മികവിനെ പലരും പ്രശംസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളായ ലിയോയുമായും മറ്റും താരതമ്യം ചെയ്യുമ്പോൾ കൂലി പ്രതീക്ഷിച്ചത്ര ഉയർന്ന നിലവാരത്തിലെത്തിയില്ലെന്നും ചില അഭിപ്രായങ്ങളുണ്ട്. മറ്റ് അഭിനേതാക്കൾ. വില്ലൻ കഥാപാത്രമായെത്തിയ നാഗാർജുനയുടെ പ്രകടനം ചിത്രത്തിന്റെ നട്ടെല്ലാണ് എന്ന് ചിലർ പറയുന്നു. മലയാള നടൻ സൗബിൻ ഷാഹിറിന്റെ പ്രകടനം ശ്രദ്ധേയമാണ്. ആമിർ ഖാന്റെ അതിഥി വേഷവും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. സാങ്കേതിക വശം. അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം, പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതം മികച്ചതാണെന്ന് പലരും പറയുന്നു. 80കളിലെ സിനിമയുടെ ഫീൽ നൽകുന്ന വിഷ്വൽസും ശബ്ദവും സിനിമയ്ക്ക് പോസിറ്റീവായി വിലയിരുത്തപ്പെടുന്നു. കേരളത്തിൽ ചിത്രം വൻ ഹൈപ്പോടെയാണ് റിലീസ് ചെയ്തത്. കൊച്ചിയിൽ മാത്രം 350-ലധികം ഹൗസ്ഫുൾ ഷോകളാണ് ആദ്യ ദിവസം നടന്നത്. ചിത്രം ഒരു മാസ് എന്റർടൈനർ ആണെന്നും തിയേറ്റർ അനുഭവം ആവേശകരമാണെന്നും പ്രേക്ഷകർ പറയുന്നു. എന്നിരുന്നാലും ചിലർക്ക് സിനിമയുടെ രണ്ടാം പകുതിയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതായും കഥയിലെ ചില യുക്തിയില്ലാത്ത രംഗങ്ങൾ നിരാശപ്പെടുത്തിയതായും അഭിപ്രായമുണ്ട്.